താൻ സാലു രാജാവുമായി പ്രണയത്തിലാണെന്നും ആയതിനാൽ വിചിത്രവീരനുമായുള്ള വിവാഹത്തിന് സമ്മതമല്ലെന്നും അറിയിച്ച ശേഷം അംബ ഭീഷ്മരുടെ അനുവാദത്തോടെ തന്നെ ഹസ്തിനാപുരത്തു നിന്നും സാലു രാജാവിന്റെ അടുത്തേക്ക് പുറപ്പെട്ടു. രാജാവിനെ ചെന്ന് കണ്ട അംബ സംഭവിച്ചത് മുഴുവനും വിവരിച്ച ശേഷം ഇനി നമുക്ക് പണ്ട് ആഗ്രഹിച്ച പോലെ തന്നെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാമെന്നും പറഞ്ഞു. എന്നാൽ സാലു രാജാവാകട്ടെ ഭീഷ്മർ അപഹരിച്ചു കൊണ്ടുപോയ അംബയെ ഇനി താൻ വിവാഹം കഴിക്കില്ല എന്നായിരുന്നു പറഞ്ഞത്. അംബ എത്ര തന്നെ കരഞ്ഞു പറഞ്ഞു നോക്കിയെങ്കിലും സാലുവൻ തന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല. ഒടുവിൽ അവിടം വിട്ടിറങ്ങിയ അംബ എത്തിപ്പെട്ടത് ഒരു കൂട്ടം മഹർഷിമാരുടെ അടുത്തായിരുന്നു. കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവർ അവളോട് തിരിച്ച് തന്റെ പിതാവിന്റെ അരികിലേക്കോ അല്ലെങ്കിൽ ഭീഷ്മരുടെ അരികിലേക്കോ ചെല്ലുവാൻ ഉപദേശിച്ചു. എന്നാൽ അതിനു രണ്ടിനും അംബ ഒരുക്കമല്ലായിരുന്നു. അതീവ ദുഃഖിതയായ അവൾ ആ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി. ഒരു നാൾ അവളുടെ മുത്തച്ഛൻ കൂടിയായ ഹോത്രവാഹന മഹർഷി അവിടെ എത്തുകയും അവളുടെ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നീ ഉടനെ തന്നെ സാക്ഷാൽ പരശുരാമനെ ചെന്ന് കാണേണ്ടതാണ്. അദ്ദേഹം നിനക്ക് നീതി നേടിത്തരുന്നതാണ്. ഭീഷ്മർ അദ്ദേഹത്തിന്റെ ശിഷ്യൻ കൂടിയാണല്ലോ. അദ്ദേഹം പറഞ്ഞാൽ ഭീഷ്മർ തന്നെ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതായിരിക്കും. ശേഷം അവരുടെ സഹായത്താൽ അംബയ്ക്ക് പരശുരാമനെ ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുകയും അവൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു. എല്ലാം കേട്ട ശേഷം അദ്ദേഹം പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? ഭീഷ്മനോടും സാൽവനോടും ഞാൻ വേണമെങ്കിൽ സംസാരിക്കാം. എന്നാൽ തന്നെ ഒഴിവാക്കിയ സാൽവന്റെ അടുത്തേക്ക് താൻ പോവുകയില്ലെന്നും അതിനെല്ലാം കാരണമായ ഭീഷ്മരോട് തനിക്ക് പ്രതികാരമാണ് ചെയ്യേണ്ടതെന്നും തനിക്ക് വേണ്ടി അങ്ങ് ഭീഷ്മരെ വധിക്കണമെന്നുമായിരുന്നു അംബയുടെ ആവശ്യം. ഒരു യുദ്ധത്തിന് തനിക്ക് താല്പര്യമില്ല എന്നും താൻ ആദ്യം ഭീഷ്മനോട് ഒന്ന് സംസാരിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞ് പരശുരാമൻ ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ടു. ഹസ്തിനപുരത്തിലെത്തിയ തന്റെ ഗുരുനാഥനെ ഭീഷ്മർ വേണ്ട പോലെ സ്വീകരിച്ച് ശുശ്രൂഷിച്ചിരുത്തി. ഭീഷ്മരുടെ പൂജകളെല്ലാം തന്നെ സ്വീകരിച്ച ശേഷം പരശുരാമൻ താൻ വന്ന കാര്യം പറഞ്ഞു. നീ കാരണം അംബ ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ്. ആയതിനാൽ അവളെ നീ തന്നെ സ്വീകരിക്കേണ്ടതാണ്. എന്നാൽ ഭീഷ്മരും മറുപടി പറഞ്ഞു, സാലുവിനെ പണ്ടേ തന്നെ മനസ്സാ വരച്ചിട്ടുള്ള അവളെ ഞാൻ എൻ്റെ അനുജനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതല്ല. ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിക്കുവാൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ളതിനാൽ തനിക്കും അമ്മയെ സ്വീകരിക്കുവാൻ കഴിയുന്നതല്ല. അത് കേട്ട പരശുരാമന് അതിയായ കോപം വന്നു. അദ്ദേഹത്തെ ശാന്തനാക്കുവാൻ ഭീഷ്മർ ഒരുപാട് ശ്രമിച്ചു നോക്കിയെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ തന്നോട് യുദ്ധം ചെയ്യുവാൻ തന്നെ പരശുരാമൻ ഭീഷ്മരോട് പറഞ്ഞു. വേറെ വഴിയൊന്നുമില്ലാത്തതിനാൽ ഭീഷ്മർക്കും അത് സമ്മതിക്കേണ്ടി വന്നു. ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി. 23 ദിവസത്തോളം ആ മഹായുദ്ധം നീണ്ടുനിന്നു. രണ്ടുപേരിൽ ഒരാളും തന്നെ തളർന്നതോ പരാജയപ്പെട്ടതോ ഇല്ല. ഒടുവിൽ സർവനാശം എത്തുമെന്നായപ്പോൾ ബ്രഹ്മർഷിമാരും ദേവന്മാരും വരെ വന്ന് രണ്ടുപേരോടും യുദ്ധം മതിയാക്കുവാൻ നിർദ്ദേശിച്ചു. അവരുടെ എല്ലാം നിർബന്ധത്തിന് വഴങ്ങി രണ്ടുപേരും ആക്രമണം നിർത്തി. ശേഷം പരശുരാമൻ അംബയോട് പറഞ്ഞു, നിനക്കു വേണ്ടി ഞാൻ കഴിയാവുന്നത്ര ഭീഷ്മരോട് ഏറ്റുമുട്ടി. എങ്കിലും അവനെ ജയിക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നുമില്ല. അംബയ്ക്കത് ബോധ്യമായി. എന്തു തന്നെയായാലും ഭീഷ്മരെ ആശ്രയിക്കുവാൻ അംബ ആഗ്രഹിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ മരണത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്നുറപ്പിച്ച് അവൾ തപസ്സു ചെയ്യുവാനായി പുറപ്പെട്ടു. കാലങ്ങളോളം നീണ്ടുനിന്ന ആ ഉഗ്ര തപസ്സിനൊടുവിൽ പരമശിവൻ പ്രത്യക്ഷപ്പെട്ട് അവളോട് വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു. തനിക്ക് ഭീഷ്മരെ കൊല്ലുകയല്ലാതെ വേറെ ഒരു ആഗ്രഹവുമില്ലെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ജന്മം കൊണ്ടല്ല, അടുത്ത ജന്മത്തിൽ നീ ഭീഷ്മരുടെ മരണത്തിന് തന്നെ കാരണമാകുമെന്ന് പറഞ്ഞ് ശിവൻ അപ്രത്യക്ഷനായി. ഇനി തനിക്ക് ഈ ജന്മം കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ അംബ ശേഷം ഒരു ചിതയൊരുക്കി ആ അഗ്നിയിൽ ചാടി തന്റെ ശരീരം ഉപേക്ഷിച്ചു. പരമശിവന്റെ വരദാനം വെറുതെയായില്ല. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ അംബ തന്നെയാണ് തന്റെ പുനർജന്മത്തിലൂടെ കുരുക്ഷേത്ര ഭൂമിയിൽ ഭീഷ്മരെ വീഴ്ത്തിയത്. ആ കഥയും വരുന്ന അധ്യായങ്ങളിൽ പറയുന്നതാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഥകൾക്കായി കാത്തിരിക്കുമല്ലോ.